കെട്ടിയോളെ, കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റേ വീഡിയോ ചെയ്തപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിൽ വന്നൊരു കമൻറ്റ് ഓർമ്മയുണ്ടാവും. നമ്മുടെ വീട്ടിൽ തല്ലും പൊരുത്തൊന്നും ഉണ്ടാവാറില്ലേ, എപ്പോഴും ഇങ്ങനെ തന്നെ ചിരിച്ചും കളിച്ചാണ് പോകണമെന്നാണ് ചോദ്യം. ഇവിടെ അങ്ങനെ തല്ലും പൊരുത്തൊന്നും ഉണ്ടാവാറില്ല, വന്ന ഭൂകമ്പമായിരിക്കും. അത് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. അതായത് വിവാഹശേഷം ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10, നാലാമത്തെ 10. ആദ്യത്തെ 10 എന്തായിരിക്കും വെച്ചാൽ വേറൊരു വീട്ടിൽ നിന്ന് കയറി വന്നതിൻ്റെ അഹങ്കാരങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് അവരെയൊക്കെ വിട്ടിട്ടല്ല ഇങ്ങോട്ട് വന്നേ. അപ്പോൾ അതിൻ്റെ ലാളനെയൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ലാളനെ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും ആദ്യത്തെ 10. രണ്ടാമത്തെ 10 പിള്ളേരിങ്ങനെ വലുതായി അവർക്ക് സ്കൂളിൽ പോകണം. ഏറ്റവും വലിയ തലവേദന ഓപ്പൺ ഹൗസ്, അതുപോലത്തെ പ്രശ്നങ്ങളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും. പിന്നെ ഇതൊക്കെ ഫ്രീ ആവാൻ വേണ്ടി യാത്രകൾ, എവിടെ യാത്ര ചെയ്യാന്ന്. അപ്പോൾ രണ്ടാമത്തെ 10 മിക്കവാറും തല്ലുപിടുത്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഈ മൂന്നാമത്തെ 10 മൂന്നാമത്തെ 10 ഇപ്പം ഏകദേശം ഞങ്ങൾ ഇങ്ങനെ മൂന്നാമത്തെ 10 കൂടെ ഇങ്ങനെ പോകാനുള്ള പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചാൽ പിള്ളേരെ വിവാഹപ്രായമൊക്കെ ആവാറാവും. അപ്പോൾ അടുത്ത കാര്യങ്ങൾ വരും, ചർച്ചകൾ വരും. അപ്പോൾ വീട് എങ്ങനെ വേണം, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ആയിരിക്കും. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ തമ്മിത്തല്ലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രശ്നത്തിലാണ് പോയിട്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് നാലാമത്തെ ഒരു 10 ഉണ്ട്. ആ നാലാമത്തെ 10 ആരോഗ്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വടിയും കുത്തി കുറച്ചെങ്കിലും മൂലയ്ക്കിരിക്കും ഈ പിള്ളേരൊക്കെ നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അനാഥരായിട്ട് പിള്ളേർ വല്ല ലീവിനൊക്കെ വന്നതൊക്കെ നോക്കിക്കൊണ്ടിരിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ആദ്യത്തെ 10 മുതൽ അങ്ങോട്ട് ചിന്തിക്കുക, സന്തോഷമായിട്ട് അങ്ങ് ജീവിക്കുക. തല്ലും പിടുത്തൊക്കെ ഉണ്ടാവും. മാറ്റി വെച്ച് അങ്ങോട്ട് ജീവിക്കുക. അല്ലെങ്കിൽ ആദ്യത്തെ 10, രണ്ടാമത്തെ 10, മൂന്നാമത്തെ 10 നമുക്ക് പ്രശ്നങ്ങളും ദുരിതങ്ങളും കഴിഞ്ഞിട്ട് വേറെ നേരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ചുറ്റുമുള്ളവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് സ്ക്രൂ കയറ്റി നിൽക്കാനുള്ള നേരമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്നും വേണ്ട, ജീവിക്കാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാരും മക്കൾ പറഞ്ഞു. അപ്പോൾ അവരുടെ ചിന്തിക്കണം. യെസ്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര പക്വതയായിട്ട് സംസാരിച്ചില്ലേ? ചായ എടുത്തേ. ഇപ്പൊ തന്നെ ചായ വേണോ?